Hypertext Markup Language. In this video, we are going to discuss about the basic concepts of HTML. What is HTML? HTML or Hypertext Markup Language is a programming language used to write web pages. HTML is also known as Language of Internet. എന്തുകൊണ്ടാണ് HTML ഇൻ്റർനെറ്റിൻ്റെ ഭാഷ എന്ന് പറയാൻ കാരണം? ബിക്കോസ് HTML യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ എവറി വെബ് പേജ് ഈസ് ആക്ച്വലി എൻ HTML ഫയൽ. സോ സാധാരണ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ പോലെയല്ല HTML യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് എഡിറ്റേഴ്സ് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യാം, ലൈക്ക് നോട്ട് പാഡ്, ജീനി എക്സെട്ര. സോ ഇതിൽ യൂസ് ചെയ്യുന്ന HTML റൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കമാൻഡ്സിനെ HTML ടാഗ് എന്നാണ് പറയുന്നത്. ഈ HTML ടാഗിൻ്റെ അകത്ത് ചില സ്പെസിഫിക് വേർഡ്സ് യൂസ് ചെയ്യാം ഓർ കീവേഡ്സ് യൂസ് ചെയ്യാം. അതിനെ HTML ഭാഷയിൽ ആട്രിബ്യൂട്ട് എന്നുമാണ് പറയുന്നത്. നമുക്ക് കൂടുതലായി കാണാം. ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ HTML ഡോക്യുമെൻറ്റ്. എങ്ങനെയാണ് ഒരു HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? സോ HTML ഡോക്യുമെൻറ്റ് ഇങ്ങനെയുള്ള ദിസ് ഈസ് എ ബേസിക് സ്ട്രക്ചർ. സോ ഇതിനെയാണ് ഈ ലെസ് ദാൻ ആൻഡ് ഗ്രേറ്റർ ദാൻ സൈഡിൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടാഗ് എന്ന് പറയുന്നത്. സോ എവറി ഡോക്യുമെൻറ്റ് HTML ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട്സ് വിത്ത് HTML എന്ന ഈ ടാഗ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഏതൊരു HTML ഡോക്യുമെൻറ്റിൻ്റെയും ബിഗിനിങ് എന്ന് പറഞ്ഞാൽ HTML എന്ന് പറഞ്ഞ ഈ ടാഗാണ്. സോ ഓരോ ടാഗും റൈറ്റ് ചെയ്യുന്നത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഈ സിമ്പിളിൻ്റെ അകത്താണ് ഈ കമാൻഡ്സ് റൈറ്റ് ചെയ്യാം. അതിനെയാണ് HTML ടാഗ് എന്ന് പറയുന്നത്. സോ HTML എന്ന ടാഗിന് സ്റ്റാർട്ടിംഗ് ടാഗുണ്ട്, എൻഡിങ് ടാഗുണ്ട്. എൻഡിങ് ടാഗ് എന്ന് പറയുമ്പോൾ ആ സിമ്പിളിൻ്റെ തൊട്ട് മുന്നേ ഒരു സ്ലാഷ് സൈൻ വരും, /HTML. അപ്പോൾ എല്ലാ HTML ഡോക്യുമെൻറ്റും അതിൻ്റെ സ്റ്റാർട്ടിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ HTML-ഉം അതിൻ്റെ എൻഡ് ടാഗ് എന്ന് പറഞ്ഞാൽ /HTML-ഉം. ഇതിൻ്റെ അകത്താണ് നമ്മൾ എല്ലാ കമാൻഡ്സും റൈറ്റ് ചെയ്യുന്നത്. Okay, so HTML pages begins with the tag HTML and end with the tag /HTML. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സെക്ഷൻ്റെ അകത്ത്, അതായത് HTML എന്ന ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് രണ്ട് സെക്ഷൻ ഉണ്ട്. സോ ഫസ്റ്റ് സെക്ഷൻ ഈസ് നോൺ ആസ് ഹെഡ് സെക്ഷൻ ആൻഡ് സെക്കൻഡ് സെക്ഷൻ ഈസ് നോൺ ആസ് ബോഡി സെക്ഷൻ. രണ്ട് സെക്ഷനാണുള്ളത്, ഹെഡും ബോഡിയും. ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ കമാൻഡ് കണ്ടോ, ഹെഡ് എന്നാണ്, HED ഹെഡ്. അതേപോലെ ആ ഒരു സെക്ഷൻ എൻഡ് ചെയ്യുന്നത് /head വെച്ചിട്ടും. അതേപോലെ ബോഡി ടാഗ് അല്ലെങ്കിൽ ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോഡി എന്ന ടാഗ് വെച്ചിട്ടും അത് എൻഡ് ചെയ്യുന്നത് /body എന്ന ടാഗ് വെച്ചിട്ടും. എന്താണ് ഹെഡ് സെക്ഷൻ, എന്താണ് ബോഡി സെക്ഷൻ നമുക്ക് കൂടുതലായിട്ട് പറയാം. ഹെഡ് സെക്ഷൻ. The head tag is used to define the head section. HTML ഡോക്യുമെൻ്റ് അകത്തെ ഹെഡ് എന്ന സെക്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് ഹെഡ്. സോ ദ ഹെഡ് സെക്ഷൻ കണ്ടെയ്ൻസ് ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ ഡോക്യുമെൻറ്റ് ഇൻക്ലൂഡിങ് ദ ടൈറ്റിൽ ഓഫ് ദ വെബ് പേജ്. ഹെഡ് സെക്ഷൻ്റെ പ്രത്യേകത ഈ ഡോക്യുമെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഹെഡ് ടാഗിലാണ്. സോ മെയിനായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ടൈറ്റിലാണ്. എല്ലാ വെബ് പേജിൻ്റെയും ടൈറ്റിൽ ബാർ നമുക്കറിയാം അല്ലേ, ടൈറ്റിൽ ബാറിൽ ടൈറ്റിൽ എഴുതി വരാറുണ്ട്. സോ ഇങ്ങനെ വെബ് പേജുകൾക്ക് ടൈറ്റിൽ കൊടുക്കുന്ന ടാഗാണ് ടൈറ്റിൽ എന്ന ടാഗ്. ഈ ടൈറ്റിൽ ടാഗ് കണ്ടെയ്ൻ ചെയ്യുന്നത് ഹെഡ് സെക്ഷനിലാണ്. സോ എഗെയിൻ ടൈറ്റിൽ നമുക്ക് എന്താണോ നമ്മുടെ വെബ് പേജിൻ്റെ മുകളിൽ കാണേണ്ടത് അത് നമുക്ക് ടൈറ്റിലായിട്ട് ഇവിടെ എഴുതാം. ടൈറ്റിൽ ടാഗ് എൻഡ് ചെയ്യുന്ന സമയത്ത് /ടൈറ്റിൽ വെച്ചത് ഫിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ ആവശ്യം എന്താണ്? കണ്ടെയ്ൻ ദ ഇൻഫോർമേഷൻ അബൌട്ട് ദ ഡോക്യുമെൻറ്റ്സ് ഇൻക്ലൂഡിങ് ദ ടൈറ്റിൽ. ടൈറ്റിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് ഹെഡ് സെക്ഷനിലാണ്. So title tag is used to define the title of the page which will be displayed on the title bar of the browser window. നമ്മുടെ വെബ് പേജിൻ്റെ ബ്രൗസർ വിൻഡോയുടെ ടൈറ്റിൽ ബാറിലാണ് ആ ടൈറ്റിൽ എന്ന് പറഞ്ഞ ടാഗിൻ്റെ അകത്ത് നമ്മൾ റൈറ്റ് ചെയ്തത് കണ്ടൻറ്റ് നമുക്ക് അവിടെ കാണാം. സെക്കൻഡ് സെക്ഷനാണ് ബോഡി സെക്ഷൻ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ബോഡി സെക്ഷൻ. സോ ബോഡി സെക്ഷൻ്റെ പ്രത്യേകത, ബോഡി ടാഗിൻ്റെ അകത്താണ് ബോഡി സെക്ഷൻ നമ്മൾ എഴുതുന്നത്. എന്താണോ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടൻറ്റ്, ആ കണ്ടൻറ്റ്സ് റൈറ്റ് ചെയ്യുന്ന സെക്ഷനാണ് ബോഡി സെക്ഷൻ. നമുക്ക് എന്താണ് വെബ് പേജിൽ വേണ്ടത്, ആ വെബ് പേജിൽ വേണ്ട കണ്ടൻറ്റ്സ് എന്തിൻ്റെ അകത്ത് എഴുതണം, ഈ ബോഡി സെക്ഷൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ നമുക്കത് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കാണുള്ളൂ. സോ ദിസ് സെക്ഷൻ കണ്ടെയ്ൻ ദ കണ്ടൻറ്റ്സ് ടു ബി ഡിസ്പ്ലേ ഇൻ ദ വെബ് പേജ്. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നത്തെ ഇതിൽ കണ്ടോ,
ബോഡി സെക്ഷനകത്ത് ഹലോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ആ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുക, ഈ എന്താണോ ബോഡി സെക്ഷനിൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് ആ കണ്ടന്റ് നമുക്ക് അത് മാത്രമേ നമുക്ക് കാണുള്ളൂ. ടൈറ്റിൽ സെക്ഷനിൽ എഴുതിയ കാരണം അതിൻ്റെ ടൈറ്റിൽ ടാഗിലാണ് വരിക. അപ്പോൾ എന്താണ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ആ സെക്ഷൻ കണ്ടെയ്ൻ ചെയ്യുന്നത് ബോഡി ടാഗിൻ്റെ അകത്താണ്. അപ്പോൾ ഇതായിരിക്കും അത് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരിക. രണ്ട് സെക്ഷനാണ്. HTML എന്നതാണ് ഒരു HTML ഡോക്യുമെൻറ്റിൻ്റെ ബേസിക് സ്ട്രക്ചറിൽ HTML ടാഗിൻ്റെ അകത്താണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് HTML വെച്ചിട്ടും എൻഡ് ചെയ്യുമ്പോൾ /HTML വെച്ചിട്ടും വേണം HTML ഡോക്യുമെൻറ്റ് അവസാനിക്കാൻ. അതിൻ്റെ അകത്ത് രണ്ട് സെക്ഷൻ ഉണ്ട്. ഒരു സെക്ഷൻ ഹെഡ് സെക്ഷനും ഒരു സെക്ഷൻ ബോഡി സെക്ഷനും. ഹെഡ് സെക്ഷൻ്റെ അകത്ത് വരുന്നതാണ് മെയിൻലി ടൈറ്റിൽ സെക്ഷൻ. അപ്പോൾ അതെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം ഹെഡ് സെക്ഷൻ കണ്ടോ, ഹെഡ് തുടങ്ങി അത് ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബോഡി സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന കണ്ടന്റ്, അതായത് ബോഡി ടാഗിൻ്റെ അകത്തും /ബോഡി ടാഗിൻ്റെ അകത്തും വരുന്ന എന്താണോ നമ്മൾ റൈറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണോ നമുക്ക് വേണ്ടത് ആ ഡിസ്പ്ലേ അത് കൊടുക്കുന്ന കാര്യങ്ങളാണ് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, സോ ദാറ്റ്സ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് എൻ HTML ഡോക്യുമെൻറ്റ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞു ടാഗ്. എന്താണ് കമാൻഡ്? HTML കമാൻഡ്സ് എങ്ങനെയാണ് എഴുതാൻ പോകുന്നത്? HTML ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് എന്താണ് കമാൻഡ്സ്? ഇറ്റ് ഈസ് വെരി സിമ്പിൾ. മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റാണ് നമ്മൾ HTML യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ്സിന് പറയുന്ന വേറെ പേര് ടാഗ് എന്നാണ്. ടാഗ് ഓൾറെഡി നമ്മൾ കമാൻഡ്സ് കണ്ടു കഴിഞ്ഞു. So tags are the commands used in the HTML document. ടാഗിൻ്റെ പ്രത്യേകത, this tag consists of a tag name, ഒരു പേരുണ്ടാവും, enclosed between the angle bracket. This is the angle bracket, less than and greater than symbol. ഇതിനെയാണ് നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു നെയിം ഉണ്ടാവും. സോ ഇങ്ങനെ റൈറ്റ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ ടാഗ് അല്ലെങ്കിൽ കമാൻഡ് എന്ന് പറയുന്നത് HTML ഡോക്യുമെൻ്റ് കേസിൽ. These HTML tags are not case sensitive. നോട്ട് കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് HTML ക്യാപിറ്റൽ എഴുതാം അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ എഴുതാം, വാട്ട് എവർ ബി ബോത്ത് ആർ സെയിം. ഇനി H ക്യാപിറ്റൽ എഴുതിയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇതെല്ലാം കേസ് സെൻസിറ്റീവ് ആണ്, നമുക്ക് ഒരു പ്രശ്നമേ അല്ല. നേരെ മറിച്ച് C++ൻ്റെ കേസിൽ കേസ് സെൻസിറ്റീവ് ആണ്, നമുക്ക് കീവേഡുകൾ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. പക്ഷേ HTML കേസിൽ ഒരു നിർബന്ധവും ഇല്ല, അത് നമുക്ക് ക്യാപിറ്റൽ വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിൽ വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ മിക്സ് ചെയ്ത് എഴുതാം. വാട്ട് എവർ ബി ഇറ്റ് ഇസ് HTML tags are not case sensitive. There are two types of tag, container tags and empty tag. നമുക്ക് HTML ടാഗുകളെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം, കണ്ടെയ്നർ ടാഗും എംപ്റ്റി ടാഗും. എന്താണ് കണ്ടെയ്നർ ടാഗ്? Tags that require opening tag as well as closing tag are known as container tag. ചില ടാഗുകൾക്ക് നിർബന്ധമുണ്ട്, ഓപ്പണിംഗ് ടാഗും വേണം ക്ലോസിംഗ് ടാഗും വേണമെന്ന്. അങ്ങനെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും വേണമെന്ന് ഉള്ള കമ്പൽസറി ആയിട്ടുള്ള ടാഗുകളെയാണ് കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറയുന്നത്. സോ മെയിൻലി കണ്ടെയ്നർ ടാഗ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എ സെക്ഷൻ, ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയായിരിക്കാം അല്ലേ. സോ ദ ഓപ്പണിംഗ് ടാഗ് ഈസ് ഗിവൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെക്ഷൻ. ഒരു സെക്ഷൻ തുടങ്ങുന്നതിനേക്കാൾ മുന്നേ ഓപ്പണിംഗ് ടാഗ് തുടങ്ങും, അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ക്ലോസിംഗ് ടാഗും കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടെയ്നർ ടാഗാണ് HTML അല്ലേ. ഒരു HTML ഡോക്യുമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് HTML ആണ്, അത് അവസാനിക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് എന്ത് വേണം, /HTML വേണം, ബിക്കോസ് ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് ദ HTML ഡോക്യുമെൻറ്റ് എന്നുള്ളതാണ്. ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ബോഡി അവസാനിക്കുന്ന സമയത്ത് /ബോഡി വെച്ച് എൻഡ് ചെയ്യണം, എന്തായാലാണ് ആ ബോഡി സെക്ഷൻ എൻഡ് ചെയ്തുള്ളൂ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഹെഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അത് എൻഡ് ചെയ്യുന്ന സമയത്ത് /head, ദാറ്റ് മീൻസ് ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ഹെഡ്. ആ സെക്ഷൻ അവിടെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ സെക്ഷൻ എൻഡ് ചെയ്തിട്ടില്ല എന്നതാണ്. അപ്പോൾ ഓരോ സെക്ഷനും സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും നിർബന്ധമുള്ള ടാഗുകളെയാണ് കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ്. ഇതൊരു ടൈറ്റിൽ ടാഗ് കണ്ടെയ്നർ ടാഗാണ്. ഒരുപാട് ടാഗ്സ് ഇതേപോലെ കണ്ടെയ്നറായിട്ട് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എംപ്റ്റി ടാഗ് എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്ലോസിംഗ് ടാഗ്സ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ടാഗുകളെയാണ് എംപ്റ്റി ടാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടാഗുകളാണ് BR ടാഗ്. ഈ ടാഗുകൾക്കൊക്കെ ഓപ്പണിംഗ് ടാഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് ടാഗ് ഇല്ല. സോ BR മീൻസ് ലൈൻ ബ്രേക്ക് ആണ്. നമ്മൾ C++ൽ /n പഠിച്ചിട്ടുണ്ട് അല്ലേ, ന്യൂ ലൈനിലേക്ക്. അതേപോലെ ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള ടാഗാണ് BR. HR എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാനുള്ള ടാഗാണ്. ഇതിന് എന്തില്ല, ക്ലോസിംഗ് ടാഗ് ഇല്ല. IMG പറഞ്ഞാൽ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യാനുള്ള ടാഗാണ്.
again doesn't have closing tag. അപ്പോൾ ഓപ്പണിംഗ് ടാഗ് മാത്രമുള്ള ക്ലോസിംഗ് ടാഗ് ഇല്ലാത്ത ടാഗുകളെയാണ് empty tag എന്ന് പറയുന്നത്. Attributes of tags. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു HTML ഡോക്യുമെൻ്റ് കേസിൽ HTML കമാൻഡ്സിനെയാണ് ടാഗ് എന്ന് പറയുന്നത്. ഈ ടാഗ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന സ്പെസിഫിക് കീവേഡ്സ് അല്ലെങ്കിൽ സ്പെസിഫിക് വേർഡ്സിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. So HTML attributes are special words used inside the opening tag to control the element's behavior, such as color, measurement, location, alignment, or other appearances. Opening ടാഗിൻ്റെ അകത്താണ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുക. ക്ലോസിംഗ് ടാഗിൻ്റെ അകത്ത് ഒരിക്കലും ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യില്ല. അപ്പോൾ ഓപ്പണിംഗ് ടാഗിൻ്റെ അകത്ത് ചില സ്പെസിഫിക് വേർഡ്സ് യൂസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? നമുക്കതിൻ്റെ ബിഹേവിയർ, ചിലപ്പോൾ കളർ മാറ്റാനായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് മാറ്റാനായിരിക്കാം. ഇങ്ങനെ സ്പെസിഫിക് മീനിങ്ങിന് വേണ്ടി ചില സ്പെഷ്യൽ വേർഡ്സ് യൂസ് ചെയ്യും. ഇങ്ങനെയുള്ള സ്പെഷ്യൽ വേർഡ്സിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു പേരുണ്ടാവും, ആട്രിബ്യൂട്ട് നെയിം ഉണ്ടാവും. അപ്പോൾ കളർ ഈക്വൽ ടു എന്താണോ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ അത് നമുക്ക് ഒന്നെങ്കിൽ സിംഗിൾ കോട്ട്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ കോട്ട്സിൽ കൊടുക്കാം. അതാണ് അതിൻ്റെ സിൻടാക്സ്. ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഈ ടാഗ് നമുക്കറിയാം എന്താണ്, ബോഡി ടാഗ്, ഓപ്പണിംഗ് ടാഗാണ് അല്ലേ. ബോഡി ടാഗിൻ്റെ അകത്തൊരു ആട്രിബ്യൂട്ട് കൊടുത്തു BG കളർ. BG കളർ എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. സോ BG കളർ ഈക്വൽ ടു എന്താ നമ്മൾ കൊടുത്തത്, യെല്ലോ. ദാറ്റ് മീൻസ് ആ ബോഡി സെക്ഷൻ അല്ലെങ്കിൽ ആ വെബ് പേജിൻ്റെ കളർ എന്തായി മാറി, യെല്ലോ ആയി മാറി. അപ്പോൾ അതിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ BG കളർ എന്താണ് ഇവിടെ, ഇറ്റ് ഈസ് ദ ആട്രിബ്യൂട്ട് ആൻഡ് യെല്ലോ ഈസ് ദ വാല്യൂ. ആ കളർ എന്താണ്, സോ ഇതാണ് അതിൻ്റെ സിൻടാക്സ്, ആട്രിബ്യൂട്ട് ഈക്വൽ ടു വാല്യൂ. അപ്പോൾ ഇവിടെ ആട്രിബ്യൂട്ട് എന്താണ്, BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള വേർഡ്സിനെ, ഒരു ഓപ്പണിംഗ് ടാഗിൻ്റെ അകത്ത് സ്പെസിഫൈ ചെയ്യുന്ന സ്പെഷ്യൽ വേർഡ്സിനെ അല്ലെങ്കിൽ സ്പെഷ്യൽ കീവേഡ്സിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് HTML ലാംഗ്വേജിൽ പറയുന്നത്. എങ്ങനെയാണ് ഒരു HTML ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഇസ് സോ സിമ്പിൾ. നമുക്ക് ഏത് ടെക്സ്റ്റ് എഡിറ്റേഴ്സ് യൂസ് ചെയ്യാൻ, ലൈക്ക് ഉബുണ്ടുവിൽ ജീനി, Gedit, അതേപോലെ ടെക്സ്റ്റ് പാഡ്, നോട്ട് പാഡ്, അങ്ങനെ സിമ്പിളായിട്ടുള്ള ഏത് എഡിറ്റർ വെച്ചിട്ടും നമുക്ക് HTML ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇതേ ടാഗ്, ഈ പറയുന്ന ടാഗ്സ്, ആ ഫോമാറ്റ്, ആ സിൻടാക്സ് കീപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഒന്നെങ്കിൽ നമുക്ക് .html എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ .htm എന്ന് കൊടുക്കാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത HTML ഡോക്യുമെൻറ്റ്സിന് നമുക്ക് രണ്ട് തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യാം. ജീനിയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ജീനിയിൽ എക്സിക്യൂട്ട് എന്ന ബട്ടൺ കമാൻഡ് ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ആ ഒരു വെബ് പേജ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യും. അതല്ലെങ്കിൽ ഈ ഒരു ഫയലിനെ നമുക്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വെബ് പേജായിട്ട് വ്യൂ ചെയ്യാം. വെബ് പേജുകളാണല്ലോ, വെബ് പേജുകൾ എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരിക, ബ്രൗസറിലൂടെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അത് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെബ് പേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യാം. എങ്ങനെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്കറിയാം HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ ഏത് എഡിറ്റേഴ്സ് യൂസ് ചെയ്യാം. ഉബുണ്ടുവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ജീനി എഡിറ്ററാണ്. ജീനി എഡിറ്റർ അപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിങ്ങിൽ ജീനി എന്ന എഡിറ്റർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ജീനിയുടെ വിൻഡോ കിട്ടും. സോ ദിസ് ഈസ് ദ വിൻഡോ. സോ നമ്മളിവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ദ ബേസിക് സ്ട്രക്ചർ ഓഫ് HTML ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് HTML ടാഗിൻ്റെ അകത്താണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് HTML എന്ന് ടൈപ്പ് ചെയ്യാണ്. സോ നമ്മൾ ആംഗിൾ ബ്രാക്കറ്റ് റൈറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം ഈ ഫയൽ സേവ് ചെയ്യണം. സോ ഫയൽ സേവ് ചെയ്യുമ്പോൾ ഫയൽ സേവ് ക്ലിക്ക് ചെയ്യാം. സോ എവിടെ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാണ്. സോ റൈറ്റ് ഇറ്റ് ആസ് ഫസ്റ്റ്. HTML ഫയൽ സേവ് ചെയ്യേണ്ടത് .html എന്നോ അല്ലെങ്കിൽ .htm എന്നോ വെച്ചാണ് HTML ഫയൽ സേവ് ചെയ്യുക. സോ ഞാൻ ഫസ്റ്റ് .html എന്ന പേരിൽ ഞാൻ ഈ പ്രോഗ്രാം ഇവിടെ സേവ് ചെയ്യാണ്. സോ സേവ് ചെയ്തോടുകൂടെ തന്നെ ഇതിൻ്റെ ഓൾറെഡി നമ്മളതിൻ്റെ കീവേഡുകൾ, ഇതിൻ്റെ ടാഗ്സ് എല്ലാം കളർ മാറിയിട്ടുണ്ടാവും. സോ ഇനി നമുക്കതിൻ്റെ ടാഗ് റൈറ്റ് ചെയ്യാം. HTML. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ നമുക്കറിയാം HTML ഒരു കണ്ടെയ്നർ ടാഗാണ്. ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഓട്ടോമാറ്റിക്കലി HTML ടാഗ് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വരും.
സോ ഇതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള കോഡുകൾ റൈറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓൾറെഡി പഠിച്ച് HTML എന്ന ടാഗിൻ്റെ അകത്ത് 2 സെക്ഷനാണ്, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. സോ നമുക്കതിൽ ഹെഡ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഹെഡ് ഇസ് ദ ടാഗ്. ഹെഡ് ടാഗിൻ്റെ അകത്താണ് ടൈറ്റിൽ നമ്മൾ കൊടുക്കുക, ടൈറ്റിൽ. സോ ഈ ടൈറ്റിലിനകത്ത് നമുക്ക് ഞാൻ ടൈറ്റിൽ കൊടുക്കുകയാണ് മൈ ഫസ്റ്റ് പേജ്. മൈ ഫസ്റ്റ് പേജ് എന്ന ടൈറ്റിൽ കൊടുത്തു. സോ ഹെഡ് എന്ന സെക്ഷൻ്റെ അകത്ത് ടൈറ്റിൽ മാത്രമേ നമ്മൾ മെയിനായിട്ട് കൊടുക്കാറുള്ളൂ. ഇനി നമുക്ക് ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ബോഡി സെക്ഷൻ യൂസ് ചെയ്യുന്നത് എന്താണോ ബോഡി സെക്ഷനിൽ കൊടുക്കുന്നത് ആ കണ്ടൻ്റാണ് നമ്മൾ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബോഡി സെക്ഷൻ്റെ അകത്ത് ഞാൻ എഴുതി വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പ്രോഗ്രാം റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്നുകൂടെ പറയാം, HTML/HTML എന്ന ഈ സെക്ഷൻ്റെ അകത്താണ് നമ്മൾ പ്രോഗ്രാമിന് ആവശ്യമായിട്ടുള്ള ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും കണ്ടെയ്ൻ ചെയ്യുന്നത്. ഹെഡ് സെക്ഷൻ്റെ അകത്ത് ടൈറ്റിൽ സെക്ഷൻ വരും. ബോഡി സെക്ഷൻ്റെ അകത്താണ് എന്താണോ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട കണ്ടന്റ്, അത് ബോഡി സെക്ഷനിലാണ് വരും. സോ ആഫ്റ്റർ റൈറ്റിംഗ് ദ പ്രോഗ്രാം നമ്മൾ അതൊന്നും കൂടെ സേവ് ചെയ്യണം. ഇനി ജീൻ എഡിറ്ററിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇതിൽ ബിൽഡിൻ്റെ അകത്ത് എക്സിക്യൂട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, എന്ന കമാൻഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ദിസ് ഇസ് ഇപ്പോൾ ഇവിടെ വെൽക്കം ടു ദ വേൾഡ് ഓഫ് വെബ് പേജ് കേട്ടോ. നമ്മൾ കൊടുത്ത കാര്യം അതേപോലെ നമ്മൾ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ടൈറ്റിൽ ബാറിൽ കാണാം മൈ ഫസ്റ്റ് പേജ് കണ്ടോ, ഇവിടെ ടൈറ്റിലായിട്ട് വന്നത് കണ്ടില്ലേ. സോ ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ജീനി എഡിറ്ററിൽ HTML പ്രോഗ്രാംസ് റൈറ്റ് ചെയ്യുന്നത്.